ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. ഈ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. അവിടെ എന്തിനാണെന്നല്ലത് ഈ കാണുന്നത് കൊണ്ടോ, വൃത്തി 2025 എന്നൊരു കേരള സർക്കാരിൻ്റെ അടിപൊളി പരിപാടി. കാരണം നമ്മുടെ സമൂഹത്തിൽ അഴിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ കൂടി നിറഞ്ഞു കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു ലോകം തന്നെയാണ്. ഇപ്പോൾ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെപ്പോലെ ഒട്ടനവധി കലാകാരന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്ലാസ്റ്റിക് മറ്റ് മാലിന്യങ്ങളൊക്കെ കൊണ്ട് വെച്ചുണ്ടാക്കുന്ന മനോഹരമായ ക്രാഫ്റ്റ് വർക്കുകളുടെ ഒരു 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 ഈ ഒരു അടിപൊളി ഫെസ്റ്റിവലാണ് നടക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഉപയോഗശൂന്യമായിട്ട് കളയുന്ന സാധനം വെച്ചിട്ടാണ് ഈ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ആർച്ച് കണ്ടോ, മനോഹരമായിട്ടിരിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു പ്രതിമ കണ്ടോ, കംപ്ലീറ്റ് ക്ലോത്ത് വെച്ചുണ്ടാക്കുന്നത്, വേസ്റ്റായി കളയുന്ന തുണികൾ കൊണ്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അട്രാക്റ്റ്മെൻ്റാണ് ഈ പ്രതിഭയ്ക്കുള്ളത് കേട്ടോ. അതൊരു നല്ലൊരു കലാകാരൻ്റെ സൃഷ്ടി എന്നു പറയും. നമ്മളെപ്പോലെ ഒരുപാട് കലാകാരന്മാർ ഈ കാണുന്നുണ്ടോ, നമ്മളെപ്പോഴും വാഷിംഗ് മെഷീനിൽ ലിക്വിഡായിട്ട് ഒഴിച്ച് കളയുന്ന ആ ടിന്ന് കണ്ടിട്ടില്ല, അതാണ് ഇപ്പോൾ ചെയ്ത് വെച്ചൊരു നല്ലൊരു ആനയുടെ ഒരു ഫോമൊക്കെ വെച്ച് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി, കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് കുപ്പി, നമ്മൾ എന്താ പറയുക, വെള്ളക്കുപ്പി, ഈ കുപ്പിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ദൂരക്കളയും. പക്ഷെ അതിനകത്തൊക്കെ എന്തോ മനോഹരമായ ക്രാഫ്റ്റുകൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ ചെല്ലുമ്പോൾ കണ്ടോ ഒരു മഞ്ഞ നിർത്തിയിരിക്കുന്നത്, അതെന്താണെന്ന് അടുത്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താ സാധനമെന്ന്. പക്ഷെ അത് മനോഹരമായൊരു കാഴ്ച വസ്തു തന്നെ കേട്ടോ. നമ്മൾ കളയുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുത്തിട്ട് ഇങ്ങനെ വെച്ചൊരു നല്ലൊരു ആർട്ട് ചെയ്ത് വെച്ചേക്കും, മനോഹരമായ. അതേപോലെ തന്നെ ഈ തൂക്കിയിട്ടേക്കുന്നുണ്ടോ, ക്ലോത്താണ്. ഈ ക്ലോത്തിൽ മനോഹരമായിട്ട് ആന, ശലഭം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെച്ചേക്കുക. ഈ വരുന്നുണ്ടോ പൂവണ്ടുകൾ, ഈ വണ്ടുകൾ നമ്മൾ ചില കാർട്ടൂണിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ ഈ ചെറിയ സ്പൂണുകളിൽ നമ്മൾ ഐസ്ക്രീം സ്പൂൺ അതിനൊക്കെ വെച്ച് ചെയ്തേക്കുന്ന കേട്ടോ വർക്കുകൾ. ഇത് ശലഭമാണ്. ഈ ശലഭത്തിനകത്ത് ചെയ്തേക്കുന്നുണ്ടോ, വളരെ മുട്ടായി കൂടൊക്കെ ചെണ്ട അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വളരെ ലോങ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആണ്. അടുത്ത് പോകുമ്പോഴാണ് എന്താണ് സംഭവം മനസ്സിലായത്. അയ്യോ, രക്ഷയില്ലാത്തൊരു ആർട്ടാണ് ഇത് കേട്ടോ. കഥകളി രക്ഷയില്ലാത്തൊരു, കാരണം അവർ ചെയ്തേക്കുന്ന ആർട്ടിസ്റ്റ് വലിയൊരു തലയുള്ളൊരു മനുഷ്യൻ തന്നെ കേട്ടോ. ആ ഒരു കളർ കോഡ് വെച്ച് ചെയ്തേക്കുന്നത് ലോങ് സൈഡിൽ നിന്ന് വെച്ച് വരച്ച് വെച്ച പോലെ ഇരിക്കും. അത് ആ ക്ലോത്തുകൾ അതിനനുസരിച്ച് അടുക്കും ചിട്ടയിലൊക്കെ വെച്ച് അതിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഒരു ചാനലുകാർ ഇങ്ങനെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു. അവരിങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അധികൃതരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അതുപോലത്തെ മനോഹരമായിട്ടൊരു കാഴ്ച വസ്തുവാണ് കേട്ടോ. എല്ലാം പ്ലാസ്റ്റിക് കുപ്പികളാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ ഇതൊക്കെ ഒരു ലോങ് സൈഡിൽ നോക്കുമ്പോൾ എന്തോ ഒരു ആർട്ട് തോന്നും കേട്ടോ. നമ്മളതിനെ മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം കാഴ്ചകൾ ഇതിനകത്ത് നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നേരിട്ട് കണ്ടവരും ഉണ്ട്, കാണാത്തവരും ഉണ്ട്. അവർക്ക് വേണ്ടി മാത്രം കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2025 വൃത്തി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞാൽ ഒട്ടനവധി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ മിനറൽ വാട്ടർ കുപ്പി ചെയ്തേക്കുന്ന വർക്ക് കേട്ടോ. ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കത്തുന്നുണ്ടായിരിക്കും അല്ലേ. മനോഹരമായിട്ട് ആർട്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാനും തിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആർട്ടുകൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇതുണ്ടോ, എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കിയേ. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കലാവിരുന്നാണ് അവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് കുറേ സ്റ്റാളുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റാളുകൾ, കുടുംബശ്രീ, അങ്ങനെ നമ്മുടെ ഹരിതകരണ സേന, ഇവരുടെയൊക്കെ ഒരുപാട് സഹകരണത്തോടു കൂടി ഒരുപാട് സ്റ്റാളുകളിൽ ഒരുപാട് വസ്തുക്കൾ വിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് രസകരമായിട്ടാണ് നോക്കിയാൽ ഈ ഓരോരോ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മിനിയേച്ചറുകളെ കുറിച്ചാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമുക്ക് അവർ തന്നേക്കുന്ന തീം എന്ന് പറഞ്ഞത് എന്താണ്, വൃത്തിയായിട്ടുള്ള ഒരു ഗ്രാമം. അതായത് മനോഹരമായിട്ട് സംഭവം ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റാൾ, നീണ്ട ഓലപ്പരയൊക്കെ ഇട്ട ഒരു സ്റ്റാൾ നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണിച്ചു തന്നു. ഇനി നമ്മുടെ കുറേ ഐറ്റംസൊക്കെയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ അതിനായിട്ട് വർക്കിനായിട്ട് വിളിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് അവിടെ ഒരുപാട് ആൾക്കാർ വേറെ പുറത്തുനിന്നൊക്കെ ചെയ്തുകൊണ്ട് വന്ന ഒരുപാട് വർക്കൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലത്തെ വർക്കുകളൊക്കെയാണ്. ഇതിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക ചെയ്തതാണ്. ഇത് പ്ലാസ്റ്റിക് ഐറ്റംസ് വെച്ച്, അതിൻ്റെ കുപ്പികൾ കൊണ്ടുവച്ച് വേസ്റ്റ് ഇടുന്നൊരു സംഭവം ഉണ്ടാക്കിയത് എല്ലാം. ഇത് മാത്രമല്ല, വർക്കിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ കാണാൻ പറ്റും കേട്ടോ. എന്ത് മനോഹരമായിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. അത് ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇതൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും കേട്ടോ. വളരെ സന്തോഷം തോന്നി. അതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഈ എല്ലാം പ്ലാസ്റ്റിക് കുപ്പി വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല, എല്ലാം പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് മാത്രം. അതായത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞ്, നമ്മൾ തന്നെ 20 രൂപയ്ക്ക് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുപ്പി എവിടെയെങ്കിലൊക്കെ വലിച്ചെറിയും.
അതുകൊണ്ട് എന്തുമാത്രം ആർട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചിന്തിച്ച് നോക്കി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. കാരണം ആർട്ട് പരമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവന് തുല്യമാണ് ഇങ്ങനത്തെ ഈ ആർട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതുകൊണ്ടോ നമ്മുടെ കടൽക്കുതിരയാണ്. ഇതിനെ വെച്ചിട്ടൊന്നുമില്ല, നീ അത് സ്റ്റാൻഡ് ചെയ്ത് വെക്കണം. അതിനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ കടൽക്കുതിര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ കുപ്പി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഡ്രാഗൺ ഉണ്ടാക്കിയിട്ടുണ്ട്, ദിനോസർ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്കിൻ്റെ ഇടയ്ക്ക് വന്ന് എടുക്കുന്നത് കേട്ടോ. നമ്മളെപ്പോലെ ഒരുപാട് കളി. ഇതാണ് നമ്മുടെ വർക്കിലേക്ക് എടുക്കുന്നത്. നമ്മുടെ പഴയ സ്കൂള് കേട്ടോ. പഴയ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂൾ ഇതേപോലത്തെ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ആ സ്കൂളൊക്കെ നമുക്ക് മനസ്സിലേക്ക് കയറി വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചേട്ടാ ഇത് പഴയ ഞങ്ങൾ പഠിച്ച അതേ മനോഹരമായ സ്കൂള്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ ചേട്ടാ തീർന്നിട്ടില്ല, നമ്മൾ കുറച്ച് പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഉണ്ട്, അതുകൂടെ തീർന്നിട്ട് നമ്മൾ ഹാളിൽ കയറ്റുന്നതൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ സന്തോഷത്തോട്ടെ ഇത് ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ എടുത്തോട്ടെ, ഞങ്ങൾ എത്ര രൂപ വേണമെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മളെ ഏൽപ്പിച്ചവർക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം. നമ്മൾ ചെയ്ത വർക്ക് പിന്നെ ക്ലിക്കാകുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കേട്ടോ. അപ്പോൾ അതിനകത്ത് ബെഞ്ചൊക്കെ കണ്ടോ, സ്കൂളിൽ ബെഞ്ചൊക്കെ ഇങ്ങനെ ബെഞ്ച്, ഡെസ്ക്, ബോർഡ് അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിക്കാതെ ചെറിയ സംഭവമാണ്. ഇതൊക്കെ ചെറിയ സംഭവം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫയലിൽ കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഫയലിൽ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. നീ കൊണ്ട് നമ്മൾ സ്റ്റാളിൽ കൊണ്ട് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. എല്ലാ അടുക്കും ചിറ്റിൻ്റെ മാവും മാന്തളിലും കല്ലും അതൊക്കെ വെച്ചിട്ട് ഒരു മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ തോന്നുന്നുണ്ട്, നിങ്ങളുടെ പഴയ ഒരു സ്കൂളിൻ്റെ ഒരു മഴക്കാലത്തൊക്കെ കൂടി ആ മതിലിൻ്റെ അവിടുത്തെ ഓർമ്മ വരുമായിരിക്കും. ഇതേപോലത്തെ ഒരു അവസരം നമുക്ക് കിട്ടും. ഇത് കണ്ടത് പഴയ വീട് കേട്ടോ, മണ്ണ് വെച്ച് തേച്ച വീട് കണ്ടിട്ട്, മണ്ണ് വെച്ച് തേച്ച വീടുകൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് KSRTC സ്റ്റാൻഡ് കേട്ടോ, നമ്മുടെ പഴയ എറണാകുളം KSRTC സ്റ്റാൻഡ് കേട്ടോ. ഇത് അതിന് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായിരുന്നു ഇത്, കാരണം ഇത് ഫോറക്സിൽ ഇങ്ങനെ ചെയ്ത് വെച്ചോളൂ. നീ അതിനകത്ത് കളറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ നോക്കൂട്ടോ. ഒക്കെ പണിയുടെ ഇടയ്ക്ക് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ വർക്കിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് വന്ന് എടുത്തു വെക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് വർക്ക് തോന്നി അന്നേരം എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. കാരണം നമുക്ക് അവിടെ നിന്ന് വെളിയിലേക്ക് മാറിക്കൊടുക്കും. ഇത് സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടി മാറിക്കൊടുക്കേണ്ടതൊക്കെ വരും. അപ്പോൾ ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല. നിയമസഭാ മന്ദിരം കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഭവമാണ് ഇത്. ഒരുപാട് വർക്ക്, കാരണം അതിൻ്റെ മൈന്യൂട്ടായ പല കാര്യങ്ങളും നമ്മൾ നോക്കി ചെയ്യണം, ഇല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം വർക്കിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞു. നമ്മൾ സ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. കുന്നും മലയും മണ്ണും ചെരുവും ചെളിമണ്ണും പുഴയും വഴിയും അങ്ങനെയൊക്കെ വെച്ച് ഒരു മുറ്റമൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ പഴയ ഒരു ആംബിയൻസിൽ നിന്ന് അങ്ങ് തുടങ്ങുവാണേ. അങ്ങനെ തുടങ്ങുന്ന ഈ കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്ന വീട്, 4 കെട്ട് വീട്, ചെറിയ വീടുകൾ, അങ്ങനെ നമ്മുടെ ഗ്രാമത്തിലുണ്ടാകുന്ന വൃത്തി ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണിച്ചേക്കോട്ടോ. വെള്ളങ്ങളൊക്കെ വന്നിങ്ങനെ നിറഞ്ഞ് വേസ്റ്റ് വെള്ളങ്ങളും അത് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് ഒന്നേന്ന് തുടങ്ങുക. അത് പഴയ കാലഘട്ടം തൊട്ട് അങ്ങോട്ട് തുടങ്ങുന്ന വീഡിയോ കേട്ടോ. അതായത് ഈ വീടുകളിലൊക്കെ ഒരു ആംബിയൻസ് മാറി ഇപ്പോഴത്തെ ഒരു തലമുറ മാറി ടെക്നോളജികൾ മാറി അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്കൂളാണ് കേട്ടോ, കുറച്ച് കണ്ട സ്കൂളില്ലേ അതാട്ടോ. അപ്പോൾ വീട് ഇത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത്, പിന്നെ കൃഷി സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് അങ്ങനെ കിടക്കാണ് കേട്ടോ. ഇത് നമ്മുടെ സമുദ്രം കേട്ടോ, കടൽ ഇത് കണ്ടോ, കടലാണേ. കടലിൽ നിന്ന് അങ്ങ് കിടക്കുവാണ്. കടലിൽ അടുത്തുള്ള ജോലികളും കാര്യങ്ങളും എന്തൊക്കെയാണ് അവരവിടുത്തെ ജോലികളും അവരുടെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങ് പോവുക. ഇത് കണ്ടോ, ഓരോ ഫിൽറ്ററിങ് ചെയ്യുന്ന, അത് പോലീസ് സ്റ്റേഷൻ കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ഫിൽറ്ററിങ് പമ്പൊക്കെ വെക്കുന്നു. മാലിന്യജലം സൂക്ഷിച്ച് വൃത്തിയാക്കി വേറൊരു റീസൈക്കിൾ ചെയ്യുന്ന ഒരു സെറ്റപ്പ്. ഇത് കണ്ടോ, ഇതും അതേപോലത്തെ ഒരു സംഭവമാണ്. റീസൈക്കിൾ സെറ്റപ്പിൽ വലിയ ക്യാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് റീസൈക്കിൾ അങ്ങനെ പോകുന്നു. കാറുകളൊക്കെ വെച്ച് ഇത് നമ്മുടെ റെയിൽ പാളം, അങ്ങനെ ഒരുപാട് കാഴ്ച. ഇത് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങും കേട്ടോ. നമ്മുടെ മിനിയേച്ചർ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങും. വലിയ സ്റ്റാൾ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങുന്ന പരിപാടിയാണ്. അങ്ങനെ പോയി കെട്ടിടങ്ങളായി അങ്ങനെ നമ്മുടെ പഴയ കാലം തൊട്ട് അങ്ങോട്ട് വികസിച്ച് പോണൊരു ഘട്ടപ്പാട്ടോ. നമ്മുടെ കാലിത്തൊഴുത്തുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കേട്ടോ. മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു വർക്കുകൾ കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത് നമ്മുടെ എറണാകുളം KSRTC സ്റ്റാൻഡ് കേട്ടോ. അതിൻ്റെ കളറിങ് ഒക്കെ വെച്ച് കുറച്ച് ബസ്സും കാര്യങ്ങളൊക്കെ വെക്കാണ്ട്, അതൊന്നും വെക്കാൻ പറ്റില്ല. അന്ന് അതിൻ്റെ പുറമേക്കടെയാണ് വെക്കുന്നത്. അതിൻ്റെ അധികൃതർ കൊണ്ടുതരാമെന്ന് പറഞ്ഞാൽ എത്തിക്കാത്തത് കൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. ഇത് സ്റ്റാൻഡ്, അതേപോലെ ഫയർഫോഴ്സ് സ്റ്റേഷൻ,
പോലീസ് സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് സംഭവം. ഒരു വില്ലേജിൽ എന്ത് വേണോ അതൊക്കെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ. പുഴ ഒഴുകുന്നു, പാലം, അങ്ങനെ അതേപോലെ തന്നെ ടവർ, അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. ഇത് ടവർ കേട്ടോ. ഈ ടവറൊക്കെ സിഗ്നൽ ടവർ, അതിൻ്റെ അതേ മെഷർമെൻറ്റും അതിൻ്റെ കളർ കോഡൊക്കെ പിടിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ പാടം, കൃഷി, വരമ്പ്, ഫാക്ടറികൾ, അങ്ങനെ 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 ഫിൽറ്ററിങ് ചെയ്യുന്ന ഇത്, അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നു. ഹോസ്പിറ്റലുകൾ, അങ്ങനെ 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 ഒട്ടനവധി. ഇല്ലാത്ത സംഭവമൊന്നുമില്ല. ആ ഗ്രാമത്തിൽ എന്തൊക്കെയുണ്ട്. വൃത്തി എന്ന ഗ്രാമത്തിൽ ക്രിയേറ്റ് ചെയ്ത് വൃത്തി എന്ന ഗ്രാമം. ഇത് നമ്മുടെ ഫയർഫോഴ്സ് സ്റ്റേഷൻ കേട്ടോ, ഫയർഫോഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഓരോന്നും മനോഹരം എന്ന് തന്നെ പറയാം കേട്ടോ. കാര്യാലയം, വൃത്തികാര്യാലയം, നിയമസഭ. നിങ്ങൾക്കിത് അട്രാക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ഇത് നമ്മൾ ഒട്ടനവധി കലാകാരന്മാർ കൂടി ചേർന്ന് കേട്ടോ. ഒരുപാട് കലാകാരന്മാർ കൂട്ടിച്ചേർന്ന് കണക്കിയ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പുറത്ത്. കാരണം ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതേപോലെ മിനിയേച്ചറിൽ നോക്കി മെഷർമെൻ്റ് എടുത്ത് അളവെടുത്ത് ആ ചെറിയ ലെവലിൽ കട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടൊക്കെ ഒത്തിരി കഷ്ടപ്പാടുണ്ടേ. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് വളരെ ആഹ്വത്തോടെ കാണുന്നത് കേട്ടോ. നമുക്ക് കമൻറ്റ് ചെയ്ത് അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇതേപോലെ ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും, അവർക്കൊക്കെ ഒരു പ്രചോദനം പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആർട്ട്പരമായിട്ടുള്ള എന്ത് വീഡിയോ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്ന വർക്ക് കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ച ഞാൻ പറഞ്ഞ് മടുത്തു കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്ന പഞ്ചായത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, പ്ലാസ്റ്റിക് ഇട്ട് വെക്കുന്നത്. ഇത് പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതിൻ്റെ ഒരു മിനിയേച്ചർ, മെഡിക്കൽ കോളേജിൻ്റെ ഒരു മിനിയേച്ചറാണ്. അവിടെ നിന്ന് നേരെ പതുക്കെ ഓരോ ഫാം, ഗ്രാമം മാറിയിട്ട് വില്ലേജായി, വില്ല മാറി വില്ലയായി. ആ ഒരു വലിയ വില്ല, ഒരു 6-7 വീട്, അല്ലെങ്കിൽ വേണ്ട ഒരു 6-7-8 വീട് ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നൊരു വില്ല. അവിടെയുണ്ട് പ്ലാസ്റ്റിക്കിന് പ്രാധാന്യം വരുന്ന സ്ഥലം. കാരണം നമ്മുടെ എറണാകുളം സിറ്റി തന്നെ എടുത്താൽ അറിയാം, ഒരുപാട് പ്ലാസ്റ്റിക് കൂട് നിറഞ്ഞ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിനൊക്കെ ഇപ്പം മാറ്റം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് നമുക്ക് നമ്മുടെ മാലിന്യങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗത്ത്, അതായത് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, എങ്ങനെ ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ ക്രോഡീകരിച്ച് എങ്ങനെ മാറ്റാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, അവരുടെ സംഘാടകർ അതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്, ഇങ്ങനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഴയ കാലം തൊട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വരെയുള്ള ഒരു ജനറേഷൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി. ഇതവിടെ കടമുറി, ഷട്ടറൊക്കെ ഇട്ട കടമുറി, രസമാട്ടോ. അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ ഫൈനൽ കഴിഞ്ഞ് മൊത്തം വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ആ വർക്കിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള ക്രാഫ്റ്റ്, ആർട്ട് പരമായിട്ടുള്ള വീഡിയോയ്ക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് അങ്ങ് ചേർന്നു. ഇതേപോലത്തെ വീഡിയോയും കിട്ടും, ഇതേപോലത്തെ അനുഭവങ്ങളും ഇതേപോലത്തെ ഐഡിയാസുകളും നമ്മൾ ഈ ചാനലിൽ ഉൾക്കൊള്ളുന്നു. ഇനി പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.